അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇയാളുടെ മരണം എപ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ശനി ദശയിൽ ചന്ദ്രാപഹാര കാലത്തായിരിക്കും അയാളുടെ മരണം നടക്കുന്നത്. ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശരശ്മി നമ്മളിലേക്ക് അടിക്കുക. അപ്പോൾ അതിന് നമ്മൾ ദൃഷ്ടി എന്നാണ് പറയുന്നത്. ഈ ഗോചരഫലം എന്ന് കേട്ടിട്ടുണ്ട്. ഗോചരഫലവും ജാതകഫലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ആദ്യം തന്നെ ആ ഗോചരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് വാക്കുകളാണ്. ഗോചരം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ. പക്ഷേ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ. ചരം എന്ന് പറഞ്ഞാൽ ചരിക്കുക, സഞ്ചരിക്കുക. ഗ്രഹം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി? ഗ്രഹം അവിടെ നിൽക്കുകയല്ല. ഗ്രഹം പിന്നെ ഓരോ രാശിയിലും രാശിചക്രത്തിലൂടെ 24 മണിക്കൂറും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചരിക്കുന്നതനുസരിച്ചുള്ള ഗ്രഹം ചരിക്കുന്നതനുസരിച്ചുള്ള ഫലമാണ് നമ്മൾ ഗോചരഫലത്തിലായാലും ജാതകഫലത്തിലായാലും നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? ജാതകഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി ജനിച്ച ആ സമയത്ത് നമ്മുടെ സപ്തഗ്രഹങ്ങളും അല്ലെങ്കിൽ 10 ഗ്രഹങ്ങളും പിന്നെ ലഗ്നവും ഒരു സ്ഥലത്ത് ഏതെങ്കിലും രാശിയിൽ ഒരു ഭാഗത്ത് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ശക്തിയാംശങ്ങളൊക്കെ ഈ കുട്ടിയിലേക്ക് സന്നിവേശിച്ചുകൊണ്ടിരിക്കുക, കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജനിക്കുന്ന അപ്പം മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതം ഈ ഗ്രഹങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. കാരണം വെച്ചാൽ ഗ്രഹങ്ങളാണ് അതിനെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ച് മുന്നോട്ട് വളർത്തി കൊണ്ട് വരുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതെല്ലാം പിന്നെ പഞ്ചഭൂതങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശരശ്മി നമ്മളിലേക്ക് അടിക്കുക. അപ്പോൾ അതിന് നമ്മൾ ദൃഷ്ടി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളുടെ അത്യാവശ്യം കൊണ്ടാണ് നമ്മളുടെ വളർച്ചയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വരുത്തിൽ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതുമൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഫലം എന്താണെന്നുള്ള ആ ജാതകത്തിൽ ഗ്രഹനിലയിൽ ഏതേതൊക്കെ ഗ്രഹങ്ങൾ ഏതേതൊക്കെ പിന്നെ രാശിയിൽ നിൽക്കുന്നു. നമുക്ക് 12 രാശിയുണ്ട്. ഈ 12 രാശികൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ നിൽക്കുന്നതനുസരിച്ച് അതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ രാശി ആശ്രയ ഫലങ്ങളെന്നാണ്. രാശിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങൾ, അതിനൊക്കെ പ്രത്യേക ഫലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ നമ്മൾ ലഗ്നം എന്ന് പറയുന്ന 1-ാം ഭാവമാണ്. ആ 1-ാം ഭാവമായിട്ട് നമ്മൾ ഇതിനൊക്കെ കാരകത്വമുണ്ട്. ഓരോ ഭാവത്തിനും കാരകത്വമുണ്ട്. മെയിനായിട്ടുള്ള കാരകത്വം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഗ്നത്തിലുള്ള കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, അങ്ങനെയുള്ള കുറേ കാരകത്വം ഇതിനുണ്ട്. കാരണം പ്രവൃത്തി കാരകത്വം, ചില സംഗതികളുടെ കാരകത്വം, കാര്യങ്ങളുടെ കാരകത്വം, ഇതെല്ലാം ഓരോ ഭാവങ്ങൾക്കും ഉണ്ട്. 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ധനഭാവം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ സഹോദരഭാവം എന്നാണ് പറഞ്ഞത്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ മാതൃഭാവം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ 12 ഭാവങ്ങൾക്കും 12 ഭാവങ്ങളുണ്ട്. 12 ഭാവങ്ങൾക്കും നമ്മൾ ഇതിന് കാരകത്വം പിന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ചാണ് ഇപ്പോൾ ഒരാൾക്ക് ധനം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ 2-ാം ഭാവത്തെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അയാൾക്ക് നല്ല രീതിയിൽ ധനം ഉണ്ടാവുമോ, അയാൾ ദരിദ്രനായിരിക്കുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ. പക്ഷേ അതിൻ്റെ കൂടെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ 2-ാം ഭാവം മാത്രം നോക്കിയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഗോചരത്തെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി പറയാം. കാരണം വെച്ചാൽ അതും കൂടെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായേ? അപ്പോൾ എങ്ങനെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ വിദ്യാഭ്യാസത്തെ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റി പറയാൻ ഉന്നത വിദ്യാഭ്യാസം അത് 5-ാം ഭാവം കൊണ്ട് നമ്മൾ നോക്കും. 5-ാം ഭാവത്തിന് ബലമുണ്ടെങ്കിൽ നാച്ചുറലി അയക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. മനസ്സിലായി? അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഗണിച്ച് നമുക്ക് പറയുന്നത് ജാതകത്തിൽ. പക്ഷെ അതേപോലെ തന്നെ ഗോചരത്തിൽ നമ്മൾ അതേപോലെ തന്നെയാണ്. ഗോചരത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിലെ ലഗ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് സൂര്യൻ ഏത് രാശിയിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു. കാരണം പിന്നെ രാവിലെ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ഒരു രാശിയിലായിരിക്കും ഉദിക്കുന്നത്. ഇപ്പം മേടത്തിലാണ് ചന്ദ്രൻ ഉള്ളതെങ്കിൽ മേടത്തിലാണ് ആ സൂര്യൻ ഉദിക്കുന്നത്. ആ മേടത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുകയൊന്നുമില്ല. കാരണം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഏകദേശം 2 മണിക്കൂർ നേരം ആ സൂര്യൻ ആ മേടത്തിലുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത രാശിക്ക് അഭിമുഖമായിട്ട് സൂര്യൻ വരികയായിരുന്നത്. മനസ്സിലായേ? അപ്പോൾ മാറി
മനസ്സിലായി. അപ്പോൾ സൂര്യൻ അവിടുന്ന് മാറി. അപ്പോൾ അങ്ങനെ മാറി 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 വരുമ്പോഴത്തേക്ക് ഇപ്പോൾ രാവിലെ ഉദിക്കുന്ന സൂര്യൻ, വടക്ക് കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് അത് തെക്ക് കിഴക്കെത്തി. ഇനി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ കറക്കം കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 12 ആകുമ്പോഴത്തേക്ക് അത് തെക്ക് കിഴക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം നമ്മളെ രാശി എന്ന് പറഞ്ഞാൽ മിഥുനൻ രാശിയായി. മനസ്സിലായി. ആ മിഥുനൻ രാശിയിലെത്തും. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൂര്യസ്ഥിത രാശി എന്ന് പറഞ്ഞാൽ, സൂര്യൻ നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ മിഥുന. അപ്പോൾ കുട്ടിയുടെ ലഗ്നം എന്ന് പറഞ്ഞാൽ മിഥുനമായി. അപ്പോൾ ആ ലഗ്നത്തിനെ 1-ാം ഭാവമായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഭാവങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും ഭാവഫലങ്ങൾ പറയുന്നതും ഒക്കെ. മനസ്സിലായി. എല്ലാ ജാതക ഫലവും പറയുന്നത്. അതേപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുണ്ട്. കാരണം ഓരോ കുട്ടി ഓരോ നക്ഷത്രത്തിലാണ് ജനിക്കുന്നത്. ആ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ആ നക്ഷത്രത്തിന് നാഥനുണ്ട്. അതെ. അപ്പോൾ ഏത് രാശിയിലാണ് ആ നക്ഷത്രം നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. ആ നക്ഷത്രത്തിലാണ് അപ്പം ചന്ദ്രൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ എവിടെയാണ്? അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ചന്ദ്രക്കൂറെന്നാണ് പറഞ്ഞത്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ചന്ദ്രൻ നിൽക്കുന്ന രാശിക്കും പിന്നെ നക്ഷത്രം നിൽക്കുന്ന രാശിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ചന്ദ്രക്കൂറെന്ന് പറയുന്ന ചന്ദ്രൻ നിൽക്കുന്ന രാശി, അത് ആ ചന്ദ്രൻ നിൽക്കുന്ന ഒരു നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതും ലഗ്നം പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു ജാതകഫലം പറയുന്നത് ഒന്നുകിൽ നമ്മൾ ലഗ്നത്തെ നോക്കി, അല്ലെങ്കിൽ ചന്ദ്രക്കൂറിനെ നമ്മൾ 1-ാം ഭാവം എടുത്ത്, അങ്ങനെ നമുക്ക് ഫലം പറയാം. അതിൽ ഏതാണ് ചന്ദ്രക്കൂറിനാണോ ബലമുള്ളത്, ലഗ്നത്തിനാണോ ബലമുള്ളത് കൂടുതലെന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും നമ്മൾ ചന്ദ്രക്കൂറാണോ ലഗ്നക്കൂറാണോ എടുക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഗോചരത്തിലായാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോചരത്തിൽ നമ്മൾ എടുക്കുന്നത് ചന്ദ്രക്കൂറാണ് എടുക്കുന്നത്. ആ ചന്ദ്രക്കൂറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് സമയത്താണോ ഗോചരഫലം അറിയുന്നത്, ഒരു പർട്ടിക്കുലർ ദിവസം, ഇപ്പോൾ കുട്ടി ജനിച്ച ഒരു 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നത്തെ ഗ്രഹനില വെച്ചിട്ട് ആണ് നമ്മൾ ആ ചന്ദ്രക്കൂർ എടുക്കുന്നത്, ഗോചരഫലം അറിയുന്നത്. എന്ന് ഗ്രഹനില എടുക്കുന്നു, അന്നത്തെ ഗ്രഹനില വെച്ചിട്ട് കാണുന്നത് ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആ രാശിയെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ 1-ാം ഭാവമായിട്ട് കണ്ട് ഓരോ ഭാവങ്ങളും ഓരോ ഭാവങ്ങളായിട്ട് കണ്ട് അതിൻ്റെ ഫലം കാണുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജാതകത്തിൽ നമ്മൾ ഇയാളുടെ ആ വ്യക്തിയുടെ ലഗ്നം കർക്കിടകമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചന്ദ്രക്കൂറ് ഇടവത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ശനിയുടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ആൾക്ക് 7ാം ഭാവമായിരിക്കും പിന്നെ മകരം, 8ാം ഭാവമായിരിക്കും കുംഭം. അതിൻ്റെ നാഥൻ ശനിയാണ്. അപ്പോൾ 7ഉം 8ഉം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ഭാവങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇയാളുടെ മരണം എപ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാളുടെ മരണം ശനി ദശയിൽ ചന്ദ്രാപഹാര കാലത്തായിരിക്കും അയാളുടെ മരണം നടക്കുന്നത്. മനസ്സിലായി. അപ്പോൾ നമ്മൾ അതേസമയം ഗോചരഫലം നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാണ്? ഇടവത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മകരം എന്ന് പറയുന്നത് 9ാം ഭാവമാണ്, കുംഭം എന്ന് പറയുന്നത് 10ാം ഭാവമാണ്. അപ്പോൾ 9ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണമാണ്. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്രസ്ഥാനമാണ്. കേന്ദ്രസ്ഥാനവും ത്രികോണസ്ഥാനവും വരുന്ന ആ ഗ്രഹം ആ ജാതകന് യോഗകാരകനാണ്. സർവ്വവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഈ യോഗകാരം കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. പക്ഷേ അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ഏതാ ശരി? പക്ഷേ അത് അങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് യോജിച്ചപ്പോൾ വരുമോ ജാതക ഫലവും ഗോചര ഫലം എപ്പോൾ യോജിച്ചു വരുമോ അതാണ് ശരിയായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞ അർത്ഥം. നന്ദി. ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ ഹരിഹരനെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ഒരു ഹായ് അയയ്ക്കുകയോ ചെയ്യുക. ഡോക്ടർ കെ ഹരിഹരനെ നേരിട്ട് ABC ജ്യോതിഷത്തിലൂടെ ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.